സ്ലിപ്പ് നോട്ട് അറിയാതെ എന്ത് ക്രോഷ്യ അല്ലേ? പഠിക്കണ്ടേ? എളുപ്പം പഠിക്കാം. അപ്പോൾ ദേ എൻ്റെ കൂടെ ഇങ്ങ് കയറി വായോ. ദേ ആദ്യം തന്നെ നമ്മുടെ യാണ് ഇങ്ങനെ പിടിക്കണം കേട്ടോ. അപ്പോൾ സ്ക്രീനിൽ ശ്രദ്ധിച്ച് നോക്കുക. കണ്ടില്ലേ, ഈ ഒരു യാണിനെ നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ചുറ്റിയെടുക്കുക. അപ്പം അതിൻ്റെ ലെഫ്റ്റ് പോർഷൻ മുകളിൽ കൂടെ വരണം. നേരെ ശ്രദ്ധിച്ച് നോക്കുക, ഇങ്ങനെ ചുറ്റിയെടുക്കുക. എന്നിട്ട് അത് ടച്ച് ചെയ്ത പോയിന്റ് കണ്ടില്ലേ, രണ്ട് യാണും കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിന്റ്, അത് നമ്മൾ കൈയും കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ വിരൽ കെടുത്തിയിട്ട് മറ്റേ പോർഷൻ പിടിക്കുക. എന്നിട്ട് ആദ്യത്തെ പോർഷന് എടുത്തിട്ട് ഒരൊറ്റ വലി വലിക്കുക. അപ്പം ദേ നമ്മുടെ സ്ലിപ്പ് നോട്ട് ഇവിടെ ഈസി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ, ഇതിങ്ങനെ മാറ്റുന്ന സമയത്ത് അത് അഴിഞ്ഞു വരണം. എന്നാലാട്ടോ, അത് കെട്ടുകൊടുക്കാവാൻ പാടില്ല, എന്നാലാണത് സ്ലിപ്പ് നോട്ട് ആകത്തുള്ളൂ. ദേ കണ്ടില്ലേ, സിമ്പിളായിട്ട് അഴിഞ്ഞു വന്നു. അപ്പോൾ നമുക്കിത് ഒരു തവണയും കൂടി നോക്കാം എങ്ങനെയാണെന്ന്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ യാണിനെടുക്കുക. ഒറ്റ യാണാണ് കേട്ടോ ഇത്. അതിനെ രണ്ട് പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യുക. ഇതിൻ്റെ ലെഫ്റ്റ് പോർഷൻ ഫസ്റ്റ് വരുന്ന രീതിയിൽ ഡിവൈഡ് ചെയ്യുക കേട്ടോ, അതിൻ്റെ മുകളിൽ കൂടെ വരുന്ന രീതിയിൽ. എന്നിട്ട് ആ ഒരു പോർഷനിൽ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഒരു കുടുക്ക് പോലെ ഉണ്ടാക്കിയിട്ട് മറ്റേ പോർഷൻ ഓഫ് യാൺ എടുത്തിട്ട് ഒറ്റ വലി. ഓക്കെ, ഇത്രയുള്ളടാ, സിമ്പിൾ. ഇനി നമുക്ക് ഈ യാണ് നമ്മളുടെ ഇതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതേ ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ എന്തിടുന്നത്, നമ്മുടെ ഹുക്ക് ഇടുന്നത്. അപ്പം ഞാൻ ഹുക്ക് ഇട്ട് കാണിച്ചു തരാം. ദേ ഇങ്ങനെ ഹുക്കിടും. എന്നിട്ട് നമ്മൾ ഇതിനെ വലിച്ച് ഇങ്ങനെ ശരിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വലിച്ചിട്ട് പിന്നെയാണ് നമ്മൾ നമ്മുടെ ചെയിൻ സ്റ്റിച്ച് ഇടുന്നത്. അത് ഞാൻ എങ്ങനെ കാണിക്കുന്നില്ല, അടുത്ത വീഡിയോയിൽ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം. ഇത് നമ്മുടെ ഫസ്റ്റ് പോർഷൻ. ദെൻ നമ്മുടെ സെക്കൻഡ് പോർഷൻ ഇപ്പം തന്നെ പറഞ്ഞു തരാം, അതും കൂടി നോക്ക്. ഇതിലേതാ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമാകുമെന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് അത് കാണിക്കുന്നത് കേട്ടോ. രണ്ടാമത്തത് അത് നമ്മൾ വിരലിൽ, നമ്മുടെ ചൂണ്ട് വിരലിൽ യാണിങ്ങനെ കിടത്തിയിട്ട് നേരെ ശ്രദ്ധിച്ച് നോക്കുക. അത് ഇങ്ങനെ ആക്കിയിട്ട് അതിന് ഒരു ചുറ്റും കൂടി ചുറ്റുക. ഇപ്പം നമുക്ക് രണ്ട് ചുറ്റ് കിട്ടി, ദാറ്റ് മീൻസ് 2 ലൂപ്പ്. ഇതിൽ ആദ്യത്തെ ലൂപ്പിനെ താഴോട്ട് വലിച്ചു പിടിക്കുമ്പോൾ നമ്മുടെ സെക്കൻഡ് ലൂപ്പ് ഫസ്റ്റ് ആകും, കണ്ടില്ലേ? എന്നിട്ട് ആ സെക്കൻഡ് ലൂപ്പ്, അതായത് ഫസ്റ്റായ സെക്കൻഡ് ലൂപ്പ് കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു യാണിനെ കിടത്തുക. അപ്പോൾ ഒന്നും കൂടി കാണിച്ചു തരാം. ഇത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നതിനേക്കാളും നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു യാണിനെ ചുറ്റിപ്പിടിക്കുക, നമ്മുടെ ചൂണ്ട് വിരലിൽ ചുറ്റിപ്പിടിക്കുക. എന്നിട്ട് ആ ഒരു പോർഷൻ എങ്ങോട്ടാണ് പോകുന്നത് നേരെ നോക്കണം കേട്ടോ. ഞാൻ അത് വീണ്ടും സ്ലോ ആക്കി കാണിച്ചു തരുന്നതേ, വീണ്ടും റിപ്പീറ്റഡായിട്ട് കാണിച്ചു തരുന്നതിനാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം, ഇതെൻ്റെ കയ്യിൽ നിന്ന് അഴിഞ്ഞു പോയി, അതുകൊണ്ടാണ് കേട്ടോ. ഇതെങ്ങനെ പിടിക്കുക, ദെൻ വീണ്ടും നമ്മൾ അതിനെ ഒന്നും കൂടി ചുറ്റുക. ഇപ്പം നമുക്ക് 2 ലൂപ്പ് കിട്ടും. അതായത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലൂപ്പ്. ആദ്യത്തെ ലൂപ്പിനെ താഴോട്ട് മാറ്റുക. അപ്പോൾ ആദ്യത്തെ ലൂപ്പ് എന്താകും, സെക്കൻഡിലോട്ടും വരും, സെക്കൻഡ് ലൂപ്പ് ഫസ്റ്റിലോട്ടും പോവും. എന്നിട്ട് അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ യാണ് കിടത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ ഈസി ആയിട്ട് അങ്ങ് വലിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ ചെയിൻ സ്റ്റിച്ച് ഇടുക. ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ഇടേണ്ടതെന്ന് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാടാ. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെങ്കിലേ സബ്സ്ക്രൈബും കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യണം കേട്ടോടാ. അത് എനിക്കൊന്ന്, നിങ്ങൾക്കിത് എത്രത്തോളം മനസ്സിലായെന്നുള്ളത് എനിക്കൊന്ന് മെസ്സേജ് ഇട്ട് അറിയിക്കണം. പിന്നെ നമുക്ക് വെക്കേഷനൊക്കെ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ യാണും അതുപോലെ ഈ ഒരു ഹുക്കൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു വെക്കേഷൻ ടൈം അടിച്ച് പൊളിച്ച് ക്രോഷ്യ പഠിക്കാം. അപ്പം നിങ്ങൾക്കതിന് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ഇടണം കേട്ടോ. മസ്റ്റാണ് മെസ്സേജ്. അതുപോലെ ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ഇട്ട് എന്നോടത്ത് നിങ്ങളുടെ സ്നേഹം രേഖപ്പെടുത്തണം. അപ്പം നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലാണ് ക്ലാസ് വേണ്ടതെന്ന് എനിക്ക് മെസ്സേജ് ഇടുക. ഇനി മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതും മെസ്സേജ് ഇടുക. അതുപോലെ നിങ്ങൾക്ക് വെക്കേഷനിൽ ക്രോഷ്യ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് മെസ്സേജ് ഇട്ട് അറിയിക്കുക. ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ എനിക്കതൊരു ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. അപ്പോൾ മറക്കണ്ട, ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോരുക. താങ്ക് യു.